കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന നില മാത്രമേ ഉള്ളൂ. രാജ്യതലത്തിൽ തന്നെ അങ്ങനെയാണത്. ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഇതെല്ലാമാണെങ്കിലും സീറ്റ് ഏതെങ്കിലും നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തവണയും സീറ്റ് നേടാനാകില്ല. പക്ഷേ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ സ്ഥാനമോഹമാണ് കാണാൻ സാധിക്കുക. ഇവരെല്ലാം ഒരേ രീതിയിൽ വർഗവഞ്ചകരും സ്വയം എതിരാളിയുടെ കയ്യിലെ കോടാലിയായി മാറുകയും ചെയ്തവരാണ്. The Left Democratic Front, led by Chief Minister Pinarayi Vijayan, is seeking a third consecutive term in the Assembly polls to be held on April 9. And we have with us today the Chief Minister himself. Sir, നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ഒരു മുൻകൂർ ജന്മദിനാശംസകൾ. ജന്മദിനം അടുത്ത് വരികയാണല്ലോ. എങ്ങനെയാണ് ഇലക്ഷനിലെ ജനറലി മൂഡ് എങ്ങനെയാണ്? മൂന്നാമത്തെ ടേമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഒരു 10 വർഷത്തെ ഭരണത്തിൻ്റെ കണക്കുകളാണോ, അച്ചീവ്മെൻറ്റ്സ് ആണോ, അതോ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണോ? എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? അത് ഞാൻ ചോദിക്കാനൊരു രണ്ടാമത്തെ കാരണം, മത്സരിക്കുന്നതിൽ ഏറിയ പങ്കും സിറ്റിംഗ് MLAs ആണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള ഒരു ഉറപ്പിന്മേലാണോ അത്തരത്തിലൊരു തീരുമാനമെടുത്തത്? കേരളത്തിൽ പൊതുവിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല തോതിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ജനങ്ങളുടെ തന്നെ ബോധ്യം. കേരളം വല്ലാതെ തകരുന്ന അവസ്ഥയിലായിരുന്നു 10 വർഷം മുൻപുണ്ടായിരുന്നത്. അവിടെ നിന്ന് എല്ലാ രംഗത്തും മാറ്റം വന്നു. ഇപ്പം ഞങ്ങൾ 2031 കേരളം എങ്ങനെയാവണം, അതിനെക്കുറിച്ചാണ് ഗൗരവമായി ചർച്ച ചെയ്തത്. അതാണ് വിഷൻ 2031 എന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ച പരിപാടി. ഓരോ മേഖലയിലും ആർജിക്കാവുന്ന നേട്ടം പ്രത്യേകമായി തന്നെ കണ്ടിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനം കേരളത്തെ ആധുനിക കാലത്തിന് ചേർന്ന രീതിയിൽ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കുറേ കൂടി ശക്തിപ്പെടണമെന്നാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല രീതിയിൽ കരുത്ത് നേടാനിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 2016 ഞങ്ങൾ വന്നപ്പോൾ അന്നൊരു പരിശോധന നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ദേശീയ തലത്തിലൊരു 100 എണ്ണെടുത്താൽ അതിൽ കേരളത്തിൽ നിന്നൊരു സ്ഥാപനമില്ല. ഇന്നതല്ല സ്ഥിതി. അതിൽ മാറ്റം വന്നു. യൂണിവേഴ്സിറ്റികളുണ്ട്, കോളേജുകളുണ്ട്. കോളേജുകൾ 100ൽ 18 ഉണ്ട്. 18 കേരളത്തിലുള്ളത്. ഇതിനെല്ലാം ഇടയാക്കിയ ഇടപെടൽ നല്ലതുപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ച വേണം. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നത് തുടരണം. ആധുനിക കാലത്തിന് ചേർന്ന തരത്തിലുള്ള കോഴ്സുകൾ കൂടുതൽ വിപുലീകൃതമാക്കണം. അതോടൊപ്പം തന്നെ നല്ലതുപോലെ നൈപുണ്യം വർദ്ധിപ്പിക്കണം. അങ്ങനെ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവും സമ്പാദിച്ച യുവതക്ക് ഇവിടെ തന്നെ ജോലി സൗകര്യം വേണം. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നേരത്തെയുള്ള അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എന്നുള്ളത് മാത്രമല്ല, കേരളമാണ് നിക്ഷേപം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന നിലക്ക് വ്യവസായികൾ ചിന്തിക്കുന്ന നില തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ തന്നെ വ്യവസായവുമായി അക്കാദമിക് തലത്തെ ബന്ധപ്പെടുന്നതാണ്. അത് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. നല്ല തോതിൽ അത്തരം സ്ഥാപനങ്ങളിവിടെ വരാൻ സാധിക്കും. ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ കേരളത്തിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങൾക്കൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കാനാണ്. പ്രത്യേകിച്ച് IT മേഖലയും മറ്റും
നല്ലതുപോലെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഏഷ്യയിൽ തന്നെ പ്രമുഖ സ്ഥാനം ഇപ്പോൾ കേരളത്തിനുണ്ട്. ചുരുക്കത്തിൽ ആധുനിക കാലത്തിന് ചേർന്ന തരത്തിലുള്ള വികാസത്തിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സർ, ഇത്തരത്തിലുള്ള ഒരു വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ 10 കൊല്ലം. പുതിയ മാറ്റങ്ങൾ, പുതിയ കാര്യങ്ങളിലേക്ക് പോയി. ഗ്രീൻ ഇൻഡസ്ട്രീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ശ്രമം. ഇതൊക്കെ ഉണ്ടായിട്ടും ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു സെറ്റ് ബാക്ക് LDF ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണോ? അത് പക്ഷേ ഏത് ഭരണവിരുദ്ധാണെന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. ഇത് ലോക്കൽ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് പൊതുവിൽ സംസ്ഥാനത്തിനെ ആകെ ബാധിക്കുന്ന കാര്യമല്ല. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ രീതിശാസ്ത്രമുണ്ട്. അതനുസരിച്ചാണ് കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്. എല്ലാ ഘട്ടത്തിലും ഒരേ രീതിയിലല്ല വോട്ടിംഗ് പാറ്റേൺ. അത് മാറി മാറി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല അനുകൂലമായ അന്തരീക്ഷം പൊതുവേ എല്ലാവരുടെയും കാണാനുണ്ട്. അതാണ് ഇപ്പോഴത്തെ അനുഭവം. ഈ BJP കേരളത്തിൽ കുറേയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർ വികസിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നതും. എന്നാൽ കേന്ദ്രത്തിലുള്ള BJP സർക്കാരിനെതിരെ നിരന്തരമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ, കോപ്പറേറ്റീവ് ഫെഡറലിസം നടക്കുന്നില്ല, സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു, അത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന് കേരളവും തമിഴ്നാടും പ്രത്യേകിച്ചും മുൻപന്തിയിൽ നിന്നത് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കോൺട്രഡിക്ഷനെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? വികസിത കേരളം എന്ന് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കേരളത്തെ വികസിപ്പിക്കാൻ ആവശ്യമായ എന്തെങ്കിലും സഹായം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? അതല്ലേ ഏറ്റവും പ്രധാനം. ഇതിന് നമുക്ക് തിക്തമായ അനുഭവങ്ങളാണല്ലോ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം ആരും സമ്മതിക്കുന്നതാണ് നല്ല മെച്ചപ്പെട്ട ആരോഗ്യരംഗമാണ്. പക്ഷേ എയിംസ് നമുക്ക് തന്നിട്ടില്ല. 10 വർഷമായി എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിനെ നാം സമീപിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി അടക്കം. ഇപ്പം കിട്ടിപ്പോയി തോന്നും. പക്ഷേ ബജറ്റൊന്നും വരുമ്പോൾ നമ്മളെ കേരളത്തിൻ്റെ പേര് മാത്രം ഉണ്ടാവില്ല. ഇതൊരു എയിംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ അവഗണന തുടരുകയാണ്. അപ്പോൾ വികസിത കേരളം എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേരളത്തെ വികസിപ്പിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതായിരുന്നല്ലോ, അത് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നാട് വികസിക്കുന്നതിന് യാത്രാ സൗകര്യം വർദ്ധിക്കണമല്ലോ. അതിനാണ് നമ്മൾ കേരയിൽ പദ്ധതി കൊണ്ടുവന്നത്. എല്ലാവരും അനുകൂലിക്കുന്നൊരു പദ്ധതിയായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും ആദ്യം അതിനോട് തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി ഇവിടെ LDFൻ്റെ കാലത്ത് ഇത്തരം പദ്ധതികളൊന്നും വരരുത് എന്ന ചിന്തയോടെ എതിർപ്പ് വന്നപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിന്നു. അതുകൊണ്ട് അതിന് അനുമതി ഇതേവരെ കിട്ടിയില്ല. വികസിത കേരളമെന്ന് പറയുമ്പോൾ കേരളത്തെ വികസിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇവിടെ വികസിത കേരളം നല്ല മുദ്രാവാക്യമാണ്. പക്ഷേ കേരളം നേടിയ നേട്ടത്തിൽ നിന്ന് കേരളം തകർന്നു പോകുമ്പോൾ ഈ നാട് തകരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു താങ്ങ് കൊടുക്കണ്ടേ? അതിവിടെ ഉണ്ടായില്ലല്ലോ. 2018 മഹാപ്രളയം വന്നു. ആ മഹാപ്രളയത്തിൽ കേരളമാകെ തകർന്നു പോകുന്ന അന്തരീക്ഷം വന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്ന അവസ്ഥ വന്നു. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ കിട്ടേണ്ട സഹായം പോലും കിട്ടിയില്ലല്ലോ. ഈ രാജ്യത്ത് അതുപോലൊരു ദുരന്തം നേരിട്ട ഏതെങ്കിലും ഒരു നാടിന് സഹായം ലഭിക്കാതിരുന്നിട്ടുണ്ടോ? നമുക്ക് മാത്രമല്ലേ ആ ദുരനുഭവം ഉണ്ടായത്. എന്തേ അന്നേരം കേരളത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? കേരളം തകരട്ടെ എന്നല്ലേ അന്നേരം ചിന്തിച്ചത്? അതുകൊണ്ടല്ലേ സഹായം നൽകാതിരുന്നത്? സഹായം തന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ നെഞ്ചേറ്റിയ കുറേ രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവർ ചിലർ സഹായിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല
എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. തകരട്ടെ, കേരളം തകരട്ടെ എന്ന മനോഭാവമല്ലേ അപ്പോൾ പ്രകടിപ്പിച്ചത്. ഇപ്പം വികസിത കേരളം എന്ന് പറയുമ്പോൾ സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിക്കാതിരുന്നത് തകർന്ന് കാണട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ് എന്ന് ആളുകൾക്കെല്ലാം മനസ്സിലാവില്ലേ. ഈ ദുരന്തം ആ ഘട്ടത്തിൽ മാത്രമല്ല, മറ്റ് ഇപ്പോൾ വളരെ വിശദമായി ഞാൻ പോകുന്നില്ല, വയനാട് ദുരന്തം ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായതാണല്ലോ. അതിൽ സഹായം എല്ലാവരും ഉറപ്പായി പ്രതീക്ഷിച്ചല്ലേ, പല സഹായവും തന്നോ. അപ്പോൾ ഒരു ഭാഗത്തത് നമ്മൾ രാജ്യത്ത് 2.5%, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5%ആണ് കേരളത്തിലുള്ളത്. ജനസംഖ്യാനുപാതികമായി നമുക്ക് സഹായം കിട്ടണമല്ലോ. നികുതി വിഹിതം, നമ്മുടെ നികുതി വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരുന്നത് 1.9ആണ്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? നമുക്ക് ജനസംഖ്യാനുപാതികമായിട്ടും സഹായമില്ല എന്നല്ലേ. അപ്പോൾ വികസിതം എന്ന് പറയുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിക്കുന്നത് ആ മനോഭാവത്തിൻ്റെ ഭാഗമാണോ? കേരളത്തിന് കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ കുറച്ച് പണം കടമെടുക്കണം. കടമെടുക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പരിമിതി ഏർപ്പെടുത്തുന്നു. മാത്രമല്ല വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. അതെ, അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കടം എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുന്ന, ശ്വാസം മുട്ടിക്കുന്നു. ഇതിലെല്ലാം ഒരുതരം പ്രത്യേക പകപോക്ക നടപടിയല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്ന വികസിത കേരളം അംഗീകരിക്കും? ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഹൈസ്പീഡ് റെയിൽ പോലുള്ളത് കേരളം പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ, സെമി ഹൈസ്പീഡ് അല്ല, ഹൈസ്പീഡിൻ്റെ ഇപ്പോൾ കേരളം പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ BJPയുടെ സഹയാത്രികനായ ശ്രീധരൻ, എഞ്ചിനീയർ, മെട്രോ മാൻ എന്ന് പറയുന്ന ശ്രീധരൻ പുതിയൊരു പ്രോജക്റ്റുമായിട്ട് അദ്ദേഹവും മുന്നോട്ട് വരുന്നു. ഇതൊക്കെ കേന്ദ്രവും കേരളവുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണോ കാണിക്കുന്നത്? അതൊരു പ്രധാന വിഷയമായിട്ട് ഇപ്പോൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീധരന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങളും നിങ്ങളീ പറഞ്ഞ പോലെയായിരുന്നു ആദ്യം ധരിച്ചത്. അദ്ദേഹം BJPയുടെ സ്വന്തം ആളാണല്ലോ, കൊണ്ട് ആലോചിച്ചിട്ട് വരുന്നതായിരിക്കും എന്നാണ്. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊന്നും അതിന് പ്രതികരണം കാണുന്നില്ല. ഞങ്ങളതിൽ സ്വീകരിച്ച നിലപാട് ഏതായാലും വരട്ടെ എന്നായിരുന്നു. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറഞ്ഞു, നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് പ്രപ്പോസലായിട്ട് തരാം. വെറുതെ പ്രപ്പോസൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ അനുഭവം ഉണ്ടല്ലോ. പക്ഷേ മറുപടി വന്നിട്ടില്ല. അതാണ് വസ്തുത. BJP കുറച്ചു കാലമായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒത്തിരി ആക്ടിവിറ്റി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷനിലും അവർ കൂടുതൽ 7 പേരെ ഇത്തവണ ആദ്യമായിട്ട് അവർ കാൻഡിഡേറ്റ്സ് ആക്കിയിട്ടുണ്ട്. 2020 പോലുള്ളൊരു പാർട്ടിയുമായിട്ട് അവർ ചേർന്നിട്ടുണ്ട്, സെൻട്രൽ കേരളയിൽ പ്രത്യേകിച്ചും ഒരു വോട്ട് കേന്ദ്രീകരിക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള മൂവിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഇതിൽ തന്നെ റിലീസ് ചെയ്യാത്തതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ചില ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തു അത്, എന്നിട്ട് ഫുള്ളായിട്ട് റിപ്പോർട്ട് റിലീസ് ചെയ്തു. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ഫ്രണ്ടിന് എന്ത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണുള്ളത്? ഞങ്ങൾക്ക് ഒരു വിഭാഗവുമായിട്ടും മോശമായ ബന്ധമല്ല, എല്ലാ വിഭാഗങ്ങളുമായിട്ടും നല്ല ബന്ധമാണ്. അതിൽ കേരളത്തിലെ ഒരു പ്രബല വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം. ആ ക്രൈസ്തവ വിഭാഗത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവരുമായിട്ടെല്ലാം നല്ല ബന്ധത്തിലാണ് ഗവൺമെൻറ് പോകുന്നത്. ഒരു പ്രത്യേക പ്രശ്നവും അവരുമായിട്ടില്ല. ഒരു കൺസോളിഡേഷൻ അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല, ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു നില ഉണ്ടാകുമെന്ന് കാണുന്നില്ല. അതൊക്കെ BJPക്ക് പല ആഗ്രഹങ്ങൾ കാണും, അത് മാത്രമേ കാണുള്ളൂ. മറ്റൊന്നും സംഭവിക്കാൻ ഇവിടെ പോകുന്നില്ല. പക്ഷേ ചില പോക്കറ്റ്സിൽ അവരവരുടെ വോട്ട് ഷെയർ കൂട്ടിയിട്ടില്ലേ ചില കേന്ദ്രങ്ങളിൽ BJP? അത് ഈ SIR-മായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചിലയിടത്ത് പറയുന്നുണ്ട്. അതിന് കൂടുതൽ വ്യക്തത വരണം, എന്നാലേ പറയാൻ പറ്റും. SIR ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് കാണുന്നുണ്ടോ? ചില മണ്ഡലങ്ങളിൽ വോട്ടുകൾ വല്ലാതെ കുറയുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ശങ്കയുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ ചില കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കൂടിയതായിട്ടും റിപ്പോർട്ടുകൾ ഞങ്ങൾ കേട്ടിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അത് എങ്ങനെയാണെന്ന് കൂടുതൽ വിശദമായിട്ട് വരണം, എന്നാലേ പറയാൻ പറ്റും. ഇപ്പോൾ അത് BJP ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് ലെഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന്. അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു, പക്ഷേ അവർ ഇൻഫ്ലുവൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു അശ്രാന്ത പരിശ്രമത്തിലാണ് അവർ. BJPയുടെ പെർഫോമൻസിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിച്ചത് ലെഫ്റ്റാണ്. അപ്പോൾ അവർ റീഓപ്പൺ ചെയ്യും, കൺസോളിഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടും. അവരതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതും. അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അത് പ്രതിരോധിക്കാൻ ലെഫ്റ്റിനാണോ കഴിയുന്നത്, അതോ കോൺഗ്രസ്സിനാണോ? കോൺഗ്രസ്സിന് കഴിയില്ലല്ലോ. കോൺഗ്രസ് BJPയുടെ ഒരു B ടീമായിട്ട് പ്രവർത്തിക്കുന്ന നില മാത്രമേ ഉള്ളൂ. രാജ്യതലത്തിൽ തന്നെ അങ്ങനെയാണത്. ഇവിടെ യഥാർത്ഥത്തിൽ
BJPക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഇടതുപക്ഷവും LDFുമാണ്. അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഈ കേരളത്തിൽ BJPക്ക് ഇതെല്ലാമാണെങ്കിലും സീറ്റ് ഏതെങ്കിലും നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തവണയും സീറ്റ് നേടാനാകില്ല. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് ഈ അടുത്ത ഇലക്ഷനോട് സമയത്ത് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് പതിവില്ലാത്ത അഭൂതപൂർവം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ ആൾക്കാർ കുറച്ചുപേര് പോയി. പ്രത്യേകിച്ചും ചില ലീഡേഴ്സ്, ഇപ്പോൾ നാട്ടികയിലുണ്ടായിരുന്ന CPIയുടെ കൊട്ടാരക്കര ഐഷ പോറ്റി, പിന്നെ S രാജേന്ദ്രൻ നേരത്തെ മാറി നിൽക്കുകയായിരുന്നു, പക്ഷെ അദ്ദേഹം പോകുന്നു. ഐഷ പോറ്റി കോൺഗ്രസ്സിൽ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ BJPയിലേക്കും കോൺഗ്രസ്സിലേക്കും G സുധാകരൻ അമ്പലപ്പുഴയിൽ അദ്ദേഹം കുറച്ചു കാലം മാറി നിന്നു. അത് കഴിഞ്ഞിട്ട് ആ ഏജ് റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് മാറി നിൽക്കുന്നത്. പക്ഷേ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ UDFൻ്റെ സപ്പോർട്ട് കൂടി മത്സരിക്കുന്നു. അങ്ങനെ കുറച്ച് MLAമാർ, പഴയ MLAമാർ, മന്ത്രിമാരായിരുന്നവർ മാറിപ്പോകുന്നു കോൺഗ്രസ്സിലേക്കും BJPയിലേക്കും. രണ്ടാമത് അല്ലാതെ തന്നെ കുറച്ച് നേതാക്കൾ ഇപ്പോൾ TK ഗോവിന്ദനെ പോലുള്ളവർ കണ്ണൂരിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന CPMൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന കണ്ണൂരിൽ അവർ കലാപക്കൊടി ഉയർത്തുന്നു. അപ്പോൾ ഇതൊക്കെ പാർട്ടിയെയും CPMനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണോ? ഇത് സാധാരണ നിലക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഒരു സ്ഥാനമോഹികളായി അങ്ങനെ സാധാരണ പാർട്ടി വിട്ടു പോകാറില്ല. പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കാറ്. പക്ഷേ ഇത്തരം ആളുകൾക്ക് വല്ലാത്ത മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ സ്ഥാനമോഹമാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ G സുധാകരൻ നല്ല രീതിയിൽ പാർട്ടി അംഗീകരിച്ച് നിന്നൊരു നേതാവാണ്. പാർട്ടിയോടൊപ്പം നിന്നു, പാർട്ടി നല്ല അംഗീകാരം കൊടുത്തു. 2 തവണ മന്ത്രിയായി. അതെ, അങ്ങനെ എല്ലാ തരത്തിലും അംഗീകാരം കൊടുത്ത് വളർന്നു വന്നൊരു നേതാവാണ് അദ്ദേഹം. പക്ഷേ 75 വയസ്സിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, കമ്മിറ്റികളിൽ നിന്നൊക്കെ പിരിയുക എന്നുള്ളൊരു നിലപാട് പൊതുവിൽ പാർട്ടി എടുത്തു. അദ്ദേഹത്തിൻ്റെ തലത്തിലുള്ളവർ മാത്രമല്ല, അതിൽ മേലെയുള്ളവരും എല്ലാം ആ പ്രായം അംഗീകരിച്ച് വിരമിക്കുന്ന നിലയെടുത്തു. അത് പൊതുവെ എടുത്ത തീരുമാനമാണ്. പക്ഷെ അതുമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന പരാതി. അതേവരെ ഒരു അവഗണനയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് കേരളത്തിലെ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി UDFുമായിട്ടുള്ള ഗൂഢാലോചനയിലേക്കാണ് പോയത്. അങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെയും കൂടി വോട്ട് വാങ്ങി ജയിക്കുക എന്നുള്ള കണക്കൂട്ടലിലാണ് നിൽക്കുന്നത്. എത്ര വലിയ മൂല്യച്യുതിയാണ് സംഭവിക്കുന്നതെന്നാണ്. ഒരു വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. ഇത് സുധാകരൻ്റെ കാര്യം. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യവും. ഇവിടെ ഐഷ പോറ്റി വിവിധ സ്ഥാനങ്ങൾ വഹിച്ചതാണ്. അതെ, MLA മാത്രമല്ല മറ്റ് സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ തുറന്ന് മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. അപ്പോൾ അതാണ് അവരെ ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. സ്ഥാനമോഹത്തിൻ്റെ അതിയായ ചിന്ത, പാർട്ടിയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പോകണമെന്ന് വലിയ താല്പര്യം അവർക്കില്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് അവർക്ക് വന്നു ചേർന്ന ഭാവം. രാജേന്ദ്രൻ്റെതായ പ്രശ്നത്തിൻ്റെ മേലെ BJPയുടെ എന്തോ സഹായം കൂടി ലഭ്യമാകേണ്ട ഒരു കാര്യം കിടക്കുന്നു തോന്നുന്നു. അതെല്ലാം ചേർന്ന് സ്വീകരിച്ച നിലപാടാണെന്നാണ് കേൾക്കുന്നത്. നേരത്തെ തന്നെ ചില വിട്ടുനിൽക്കലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിലും പിന്നീട് മത്സരിക്കേണ്ടെന്ന് വന്നപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഇവിടെ TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം,
അതിൻ്റെ ആലോചന നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാരും പറഞ്ഞില്ല എന്നാണ്. ഇത്ര കാലത്തെ സർവീസ് ഉണ്ടായിട്ടും എൻ്റെ പേരാരും പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയാകണം തോന്നുന്നില്ല. അതിനെ കുറിച്ചിട്ട് പാർട്ടിക്ക് എതിരായിട്ട് നീങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരെയുള്ള എതിരാളികളുടെ കയ്യിലെ കോടാലിയായിട്ട് മാറുകയല്ലേ ചെയ്തത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതില്ല. മറ്റേ ശശിയുടെ കാര്യം ഒറ്റപ്പാലത്ത് പറഞ്ഞത് ഇതേ രീതിയിൽ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി നിലപാടുകൾ എടുത്തിരുന്നു. ഞങ്ങളാരെയും നശിപ്പിക്കാൻ നോക്കുന്നയാളല്ല, നശിപ്പിക്കാൻ നോക്കുന്ന പ്രസ്ഥാനമല്ല. പക്ഷേ പാർട്ടിക്കൊരു കാലത്തും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീക്കങ്ങൾ പാർട്ടിക്കെതിരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. എന്നാൽ അതുണ്ടായപ്പോൾ പോലും ആ തെറ്റ് അദ്ദേഹം സമ്മതിച്ചിട്ട് പോലും പാർട്ടി പുറത്താക്കൽ നടപടിയല്ല എടുത്തത്. അദ്ദേഹത്തിന് തെറ്റ് തിരുത്താൻ അവസരം കൊടുക്കാമെന്ന് ധരിച്ചുകൊണ്ടുള്ള നിലപാട് ആണ് ആ ഘട്ടത്തിലും സ്വീകരിച്ചത്. പക്ഷേ തെറ്റ് തിരുത്തുകയല്ല, താൻ സ്വീകരിച്ച നിലപാട് ശരിയാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തെറ്റിലേക്ക് പോകുന്ന നിലപാടിലേക്കാണ് അദ്ദേഹം പോയത്. സ്വയം നശിക്കാൻ തീരുമാനിച്ചിട്ട് ഒരുങ്ങി പുറപ്പെട്ടയാളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അധപ്പതനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം ഒരേ രീതിയിൽ വർഗവഞ്ചകരും സ്വയം എതിരാളിയുടെ കയ്യിലെ കോടാലിയായി മാറുകയും ചെയ്തവരാണ്. അതാണ് കാണാൻ സാധിക്കും. ഇതൊന്നും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഈ പറയുന്ന ഒരു മണ്ഡലത്തിലും ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. എല്ലായിടങ്ങളിലും LDF നല്ല രീതിയിൽ ജയിച്ചു വരും, ഒരു സംശയമില്ല. ജി സുധാകരൻ്റെ കാര്യത്തിലും അത് ഉറപ്പാണ്. ജി സുധാകരൻ ആലപ്പുഴയിലാണ്. അമ്പലപ്പുഴ അല്ല, ഞാൻ ആലപ്പുഴ ജില്ലയെ പറഞ്ഞു. ആലപ്പുഴ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്. അവിടെ പുന്നപ്ര വയലാറിൻ്റെ സ്മരണ നിലനിൽക്കുന്ന മണ്ണാണ്. അതിൻ്റെ പാരമ്പര്യമാണ് ഉൾക്കൊള്ളുന്നത്. ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകത, ഒരു ഘട്ടത്തിലും ഒരു വ്യതിയാനത്തിൻ്റെയും കൂടി അവർ നിൽക്കാറില്ല എന്നുള്ളതാണ്. ആ വ്യതിയാനം ഉണ്ടായവർ അവരെ വഴിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. ആലപ്പുഴയെ അത് ബാധിക്കാറില്ല. ഇപ്പോൾ സുധാകരൻ്റെ വഴിക്ക് പോകും, ആലപ്പുഴ വഴിക്ക് തന്നെ നീങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ PK ശ്യാമള ടീച്ചറുടെ ഒരു സ്ഥാനാർത്ഥിത്വം പറഞ്ഞിട്ടാണല്ലോ TK ഗോവിന്ദൻ മാസ്റ്റർ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ആ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അപാകത അല്ലെങ്കിൽ ഒരു അനൗചിത്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നോ? അതിൽ തികച്ചും ഔചിത്യപൂർവമായ നടപടിയാണത്. കാരണം ആദ്യത്തെ പ്രശ്നം അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ്. വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതാരാവണം, അങ്ങനെയൊരു പേര് ആലോചിക്കുമ്പോൾ അവർക്ക് ആലോചിക്കാൻ കഴിയുന്ന ഏറ്റവും ഫിറ്റായ പേര് ശ്യാമളയുടേതാണ്. കാരണം അവരവിടെയാണ്, അവിടെ പ്രവർത്തിക്കുകയാണ്, പ്രവർത്തന മണ്ഡലം അതാണ്. അവിടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മുന്നിൽ വേറെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു വനിതയാണ്. ആ നിലക്കാണ് അവരുടെ പേര് നിർദ്ദേശിച്ചത്. അത് പിന്നീട് വക്രീകരിച്ച് MP ഗോവിന്ദ മാഷയുടെ ഭാര്യയായതുകൊണ്ട് സ്ഥാനാർത്ഥം കൊടുത്തതാണ്. MP ഗോവിന്ദ മാഷ് അവരെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവർ DYFI പ്രവർത്തകയും പിന്നെ പാർട്ടി അംഗവും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് വന്നതാണ്. അപ്പോൾ കല്യാണത്തിന് മുൻപ് തന്നെ പൊതുപ്രവർത്തകയായി മാറിയ ഒരു യുവതിയായിരുന്നു ശ്യാമള. ഈ പയ്യന്നൂരിലും ഇതുപോലൊരു കലാപക്കൊടി ഉണ്ടായിരുന്നല്ലോ MLA മഹസൂലിനെതിരെ. അപ്പോൾ അതും പയ്യന്നൂരിലും പ്രശ്നമുണ്ടാവില്ല, കുഞ്ഞികൃഷ്ണൻ്റെ ഒരു മുന്നേറ്റം. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഞങ്ങളുടെ സംഘടനയും കരുത്താണ്. ബഹുജനങ്ങൾ അതിനേക്കാളും കൂടുതൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരാണ്. അത്രമാത്രം ദൃഢമായൊരു സ്ഥലമാണ്. ഒരു പോറലും പാർട്ടിക്കുണ്ടാവില്ല. ഈ ഇലക്ഷനിലേക്ക് അടുക്കുന്ന സമയത്താണ് ആരോഗ്യരംഗത്തിനെതിരെ വൻ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ഒരു കത്രി കുടുങ്ങിയ ഇൻസിഡൻ്റാണ് എടുത്തു വെച്ചത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സമരങ്ങളും പ്രതിഷേധങ്ങളും മന്ത്രിയുമായിട്ടുള്ള ഒരു ആക്രമിക്കുന്ന ഒരു ലെവലിൽ വരെ കാര്യങ്ങളെത്തിയ ഒരു
അത്തരത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെയൊക്കെ ഇഷ്യൂ ആരോഗ്യരംഗത്ത് ഉണ്ട് എന്നുള്ളതിരിക്കെ തന്നെ ആ പ്രശ്നങ്ങളിൽ കൃത്യമായ എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നൽകാൻ? ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉയർന്നു വന്നത് എന്നത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെങ്കിലും ഒരു ഗവേഷണപരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അത്തരത്തിലൊരു അന്വേഷണാത്മക രീതി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗം പ്രത്യേകമായിട്ട് തന്നെ വളർന്നു വന്നിരിക്കുകയാണ്. അതിൽ 2016 വല്ലാതെ തകർച്ചയിലായിരുന്നു. 16 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും ഉയർന്നു വന്നു. കാരണം നമ്മളൊരിക്കലും ഒരു സൗകര്യത്തെയും അവർക്ക് മറികടന്ന് പോകാൻ കഴിയില്ല. അതിനിടയാക്കിയത് ആർദ്രം മിഷനിലൂടെ നമ്മൾ നടപ്പാക്കിയ സൗകര്യങ്ങളാണ്. നമ്മൾ പ്രാമുഖ്യം കൊടുത്തത് ജനങ്ങൾക്കാകെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തലാണ്, അതിനുള്ള ചികിത്സാ സൗകര്യങ്ങളാണ്. അതുകൊണ്ടാണ് കോവിഡിനെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞത്. അത് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച കാര്യമായിരുന്നു. അവിടുന്നും നമ്മൾ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ശിശുമരണ നിരക്ക് നമ്മുടെ 5 ഇയാൾ പറഞ്ഞ, പിന്നെ നിങ്ങൾ നേരത്തെ പരാമർശിച്ച ഇയാൾ പറഞ്ഞല്ലോ അതിനെപ്പറ്റി. അതെ, അദ്ദേഹം പറഞ്ഞ ശിശുമരണ നിരക്കിൻ്റെ കാര്യം രാജീവേന്ദ്ര സിംഗിൻ്റെ. അപ്പോൾ 5.6 അമേരിക്ക, നമ്മൾ 5. ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യം എല്ലാത്തിലും നമ്മളങ്ങനെ നല്ല നേട്ടത്തിൽ നിൽക്കുന്നു. ഇതൊരു ഭാഗം. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതാണ്. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ പലതും ഇപ്പോൾ ആ പേരേ നിലനിൽക്കുന്നുള്ളൂ. അതെ, അതായത് യഥാർത്ഥത്തിൽ മറ്റു പലരും കൈയടക്കി, വൻകിടക്കാർ കൈയടക്കി. അത് വിദേശ കുത്തകകളടക്കം വന്നിരിക്കുക അവരുടെ കയ്യിലാണ്. ഒറ്റയടിക്ക് ചികിത്സാ ചെലവ് കൂടി ഈ സ്ഥാപനങ്ങളിലൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുമായിരുന്നു, ഇനി അവിടെ പോകാൻ പറ്റില്ല, അത്ര വലിയ ചിലവാണ്, എന്ത് ചെയ്യുമെന്നുള്ളത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു, ഈ പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ കടന്നു വരുന്നവർ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. അതിലൊരു മാർഗം നമ്മുടെ പൊതു ആരോഗ്യ രംഗത്തേക്ക് എത്തിക്കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് നല്ല മാർക്കറ്റ് കിട്ടണമല്ലോ. ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം പൊതുവിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള സംവിധാനങ്ങൾ നോക്കിയാൽ എല്ലാം നല്ലതുപോലെ രോഗി സൗഹൃദമാണ്, വലിയ തോതിൽ രോഗികളെ ആകർഷിക്കുന്ന സ്ഥലമാണ്. നല്ല മാറ്റമാണ് പൊതുവിലുണ്ടായിട്ടുള്ളത്. വലിയ സമ്പന്നർ തന്നെ പോകുന്നുണ്ട് ചികിത്സിക്കാൻ ഇവിടെ. എന്നോട് തന്നെ ഒരു സമ്പന്നം പറഞ്ഞിട്ട് കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത്തരം നല്ല സ്വീകാര്യത ആരോഗ്യരംഗത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വീകാര്യത ഇടിച്ചു കാണിക്കുക എന്നുള്ളതാണ് അവർ കണ്ടത്. ഈ ആധുനിക ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് പല ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഓരോ പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, അത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ കൂട്ടർ ഈ പൊതു ആരോഗ്യ രംഗത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തും. ഒരു ക്യാമ്പയിൻ ഉണ്ടെന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ തയ്യാറാവും. അതിൻ്റെ ഭാഗമായി പലരെയും സ്വാധീനിക്കാൻ തയ്യാറാവും. ആ സ്വാധീനത്തിന് തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കും. അതിന് വേഗം വശംവദരാകുന്ന കൂട്ടരും നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന പ്രചരണങ്ങളും അല്ലേ നോക്കണം. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും കുറവുകൾ, വലിയ സംവിധാനങ്ങളല്ലേ, ഏതെങ്കിലും കുറവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറവല്ല എന്നല്ല, ആ കുറവ് പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ. ആ കുറവിനേക്കാളും കൂടുതൽ മികച്ചു നിൽക്കുന്നതാണ് നമ്മുടെ നേട്ടങ്ങൾ. ഈ ക്യാമ്പയിനിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ അടുത്തായിട്ട് ശബരിമലയെ കുറിച്ച് ഭയങ്കരമായ ഒരു പ്രൊപ്പഗാൻഡ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരിമലയിലെ ഗോൾഡ് തെഫ്റ്റ് അത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് കണ്ടെത്തുന്നത്. അത് കഴിഞ്ഞ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഹൈക്കോർട്ട് മോണിറ്റേർഡ് പ്രോബാണ് നടക്കുന്നത്, അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷം അതിൽ ആക്രമിക്കപ്പെടുന്നു? അതിൽ ചില നേതാക്കളെ കൂടെ കൊണ്ടുപോയത്, ഇപ്പോൾ അയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും അദ്ദേഹത്തെ. അപ്പോൾ അതൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായോ, അല്ലെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രശ്നമായി വരുമെന്ന് കരുതുന്നുണ്ടോ? പ്രശ്നമാക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ഞങ്ങളെ ബാധിക്കുന്നൊരു കാര്യമായിട്ട് വരില്ല. കാരണം ജനങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ ഇടപെടലിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. കോടതി തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ ചുമതലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, ഒരു ബാഹ്യ ഇടപെടലും ഇല്ല എന്നുള്ളത്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റ് കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മുറക്ക് തീരുമാനിക്കപ്പെടുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ തന്നെയാണ് സുപ്രീം കോടതി സർക്കാരിനോട് ആ ഒരു 7 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറയുന്നതും അത് വാർത്തയാകുന്നതും ഒക്കെ. അപ്പോൾ അതിൽ നിലപാട് മാറ്റം എന്നുള്ള ഒരു തരത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാട് 2007 കൊടുത്ത അഫിഡവിറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നിലപാട് മാറ്റം വന്നിട്ടുണ്ടോ ശരിക്കും? അതിൽ നിലപാട് മാറ്റം ഇല്ലല്ലോ. ആ നിലപാട് തന്നെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത്. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. കോടതി ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ടാകുക. ഇപ്പം ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ വ്യക്തത വരുത്താനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 ഓർഡർ വന്നതിന് പിന്നാലെ സർക്കാർ അത് ഫെസിലിറ്റേറ്റ് ചെയ്തു, ഒരു ഡ്യൂട്ടി എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. കാരണം അതിൽ നിന്ന് സർക്കാർ പുറകിലോട്ട് പോയി, ഒരു നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് പുറകിലോട്ട് പോയി എന്നുള്ളതാണ്. സ്ത്രീ പ്രവേശനം എന്ന വിഷയം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല ചോദ്യത്തിൽ. അതുകൊണ്ട് ആ പ്രത്യേക പ്രശ്നത്തിൽ നമ്മളിപ്പോൾ ഉത്തരം പറയേണ്ട കാര്യം വരുന്നില്ല. നമ്മളിതിൽ പറഞ്ഞത്, നിങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായിട്ടൊക്കെ ആലോചിക്കാൻ തയ്യാറാവണം. അവരുമായിട്ട് ആലോചിച്ചാണ് തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇതാണ് 2006 പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞത്. അപ്പോൾ അന്നത്തെ 2007 ഇടത് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്, അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ മാറ്റമൊന്നുമില്ല. ഒരു കാര്യം കൂടെ, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള പ്രസ്താവനകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പലപ്പോഴും മുസ്ലിം മതവിഭാഗത്തിനെതിരാണ് എന്നുള്ള തരത്തിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നത്. അത് എന്നിട്ടും റിപ്പീറ്റഡ്ലി അത്തരം പ്രസ്താവനകൾ വരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കാണുന്നത്? അതാണ് വർഗീയതയുടെ പ്രത്യേകത. വർഗീയത എപ്പോഴും അവർക്ക് വേണ്ട കാര്യങ്ങൾ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ വർഗീയതയെ എതിർക്കാതിരിക്കണം, മറ്റൊരു തരത്തിൽ തിരിച്ചുവിടാൻ നോക്കുക. ഇപ്പോൾ RSSനെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അത് ഹിന്ദുക്കളെ എതിർക്കലല്ല, ഹിന്ദുവിനെ എതിർക്കുന്ന രീതിയല്ല അതിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ RSS അതിനെ ഹിന്ദുക്കളെ എതിർക്കലായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ അത് ഞങ്ങൾ വകവെക്കാറില്ല. RSSനെതിരെയുള്ള വർത്തമാനം ഞങ്ങൾ പറഞ്ഞു പോകും, നിലപാടുകൾ എടുത്തു പോകും. അതേപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ പ്രശ്നം വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരെ ഞങ്ങൾ എതിർക്കും. അത് മുസ്ലിമിനെതിരായിട്ടുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതല്ല. അത് മുസ്ലിമിനും ന്യൂനപക്ഷത്തിനും എതിരാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വകവെച്ച് കൊടുക്കുകയില്ല. ആ വകവെച്ച് കൊടുത്താൽ എന്താ വേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടനയ്ക്കെതിരെ ഒന്നും പറയാതിരിക്കണം. വർഗീയതയ്ക്കെതിരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് മാറ്റമേ ഉണ്ടാവില്ല. അതേസമയം മുസ്ലിമായാലും ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവരിലെല്ലാം മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അവരോടൊപ്പമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു മതന്യൂനപക്ഷത്തിന് ഇടതുപക്ഷത്തോടൊരു അനുഭാവക്കുറവില്ല, അങ്ങനെ കാണാൻ കഴിയില്ല. അതൊക്കെ ഇവർ അതിനു വേണ്ടി ശ്രമിക്കും. ആ മതന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആ രംഗത്തുള്ള വർഗീയ ശക്തികൾ ശ്രമിക്കും. പ്രത്യേകിച്ചും അത് കൂടുതൽ ഉയർന്നു വന്നത് ഗ്ലോബൽ അയ്യപ്പ സംഗമം വന്ന സമയത്താണ്. അപ്പോൾ അയ്യപ്പ സംഗമം ശരിക്കും ഒരു മിസ്റ്റെപ്പായിരുന്നു, ഒരു തെറ്റായ ഒരു സ്റ്റെപ്പായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അത് അയ്യപ്പ സംഗമം ഗവൺമെൻറ് നടത്തിയാണെങ്കിൽ എന്തിനാണ് നടത്തിയതെന്ന് ചോദിക്കുക. ഗവൺമെൻറ് അല്ലാതെ നടത്തിയത് അത് ദേവസ്വം ബോർഡാണ്. അതെ, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ശബരിമല. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തും ലോകത്തിൻ്റെയും ഭാഗങ്ങളിലുള്ളവരാണ് അവിടെ എത്തിപ്പെടുന്നത്. അവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടൊരു പരിപാടി നടത്തുക, അതിന് നല്ല രീതിയിൽ പ്രചരണം കൊടുക്കുക, അതിനെ നല്ല രീതിയിൽ ഉയർത്തിക്കാണിക്കുക, അതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചത്. നല്ല അംഗീകാരവും കിട്ടിയതാണത്. അതിനെതിരെ സമാന്തര അയ്യപ്പ സംഗമം നടത്താൻ നോക്കിയില്ലേ, അത് പൊളിച്ച് പാളീസായില്ലേ. അപ്പോൾ നല്ല അംഗീകാരമായിരുന്നു അത് നമ്മുടെ അയ്യപ്പ സംഗമത്തിനുണ്ടായത്. അപ്പോൾ മതനിരപേക്ഷമായ ഒരു കമ്മ്യൂണിറ്റിയോടാണ് അപ്പീൽ ചെയ്യുന്നത്. അതെ, തീർച്ചയായും. ഒരു വിഭാഗത്തിലും അങ്ങനെ ഗവൺമെൻറ്റിനെതിരായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാര്യം കൂടെ, വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ വലിയ യുദ്ധം നടക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് നിലപാടുകൾ അതിൽ വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ പ്രൈസ് കൂടി തുടങ്ങി,
ഗ്യാസിന് ഷോർട്ടേജ് വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മൈഗ്രൻ്റ് വർക്കേഴ്സ് ആയിരുന്നാലും ശരി, നമ്മുടെ നാട്ടിൽ ചെറിയ തോതിൽ പെട്ടിക്കടയൊക്കെ നടത്തുന്ന ആൾക്കാരുടേതായിരുന്നാലും അത് ഒരു ഇലക്ഷൻ വിഷയമായിട്ട് ഉയർന്നു വരുമോ? കാരണം ഇതൊരു ഭയങ്കരമായി ബാധിക്കുന്ന ഒരു ജീവിത പ്രശ്നമാണല്ലോ. ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയവും ഇലക്ഷൻ വിഷയമായിട്ട് വരും. അത് സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നേക്കാം. കാരണം നമ്മുടെ കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യേണ്ട വോട്ടർമാരിൽ നല്ലൊരു ഭാഗം വിദേശത്ത് നിന്ന് വന്ന് വോട്ട് ചെയ്യേണ്ടവരാണ്. അവർ സാധാരണ വന്ന് വോട്ട് ചെയ്യുന്നവരുമാണ് വിഷമം സഹിച്ച് തന്നെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർക്കെല്ലാം വല്ലാത്ത ഉത്കണ്ഠയും ആശങ്കയുമുണ്ട്. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ അടുക്കളകളെ ബാധിക്കുകയാണ്. പൊതുവിൽ വീടുകളിലെ അടുക്കള മാത്രമല്ല, ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ പലതരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ ഇന്ധനക്ഷാമം വലിയ തോതിൽ അനുഭവപ്പെടുകയാണ്. ഇന്ധനക്ഷാമം അനുഭവപ്പെടില്ലായിരുന്നു നേരത്തെയുള്ള ആ ഗ്യാസ് പൈപ്പ് ലൈൻ നമ്മൾ നടപ്പാക്കിയിരുന്നെങ്കിൽ. ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇവിടത്തേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ഏകദേശം തീരുമാനമായതല്ലേ. അത് വേണ്ടെന്ന് വെച്ച് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആണല്ലോ. അത് അമേരിക്കക്ക് വേണ്ടി ചെയ്തതല്ലേ. അന്നത്തെ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ചെയ്തതല്ലേ. അന്ന് പറഞ്ഞിരുന്നത് ആണവ കരാറിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇന്ധനവും ഇവിടെ അമേരിക്ക തരുമെന്നാണല്ലോ. അമേരിക്കയുടെ കയ്യിൽ ഇപ്പോഴും ഇന്ധനം കൂടുതലുണ്ടല്ലോ. അവർ തരുന്നുണ്ടോ? പക്ഷേ എന്നിട്ടും അമേരിക്കയെ പീഡിപ്പിക്കുന്ന നിലപാടല്ലേ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനിടയുള്ളൊരു വിഷയമായിട്ട് തന്നെയാണ് വരിക. താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ചോദ്യം കൂടെ. നേരത്തെ പറഞ്ഞു കോൺഗ്രസ് BJPയുടെ ഒരു B ടീമായി അധപതിച്ചിരിക്കുകയാണെന്ന്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ അങ്ങനെ കാണുന്നത്? കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു തരത്തിലാണല്ലോ BJP കാണുന്നത്. പക്ഷേ കോൺഗ്രസ് BJPയുടെ B ടീമായി മാറുന്നത് എങ്ങനെയാണത്? അത് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ന് രാജ്യത്ത് കഴിയുക എല്ലാവരും കൂടിയുള്ള യോജിപ്പിലൂടെയാണ്. ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രമായിട്ട് BJP നേരിടാമെന്ന കരുത്തുന്നില്ല. അപ്പോൾ രാജ്യതലത്തിൽ എല്ലാവരും കൂടിയുള്ള യോജിപ്പ് ഉണ്ടാവുകയാണ് വേണ്ടത്. ആ യോജിപ്പിന് തടസ്സമുണ്ടാക്കുന്ന നിലയാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്നത്. അതാണ് ഡൽഹിയിൽ കണ്ടത്, അതാണ് ഹരിയാനയിൽ കണ്ടത്, അതാണ് ബീഹാറിൽ കണ്ടത്, പലയിടങ്ങളിലും കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ ഒരു കുളം കലക്കുന്ന രീതി എടുക്കും കോൺഗ്രസ്. ആകെ സംഘർഷാത്മക അന്തരീക്ഷം ഉണ്ടാകും. ആ അന്തരീക്ഷം തന്നെ BJPക്ക് അനുകൂലമായി മാറുകയാണ്. പിന്നെ പ്രശ്നം പരിഹരിക്കുമായിരിക്കും. പക്ഷേ അന്തരീക്ഷം മോശമാക്കി കഴിഞ്ഞു. BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാലും പിന്നെയും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയാത്തൊരു പാർട്ടിയായി കോൺഗ്രസും അതിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഈ B ടീം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ല, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ ഇനിയൊരു പക്ഷേ ഒരു തേർഡ് ടേം കൂടെ ഉണ്ടായിക്കൂടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. അത് വേറെ, അത് എല്ലാവരും കാണുന്നൊരു കാര്യമാണത്. പിന്നെ അവർക്ക് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ പറയുന്നുണ്ടാകുന്നതല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും കേരളത്തിൽ അത് പ്രതീക്ഷിക്കുകയാണ്. കോൺഫിഡൻ്റ് ആണ് അപ്പോൾ 100%? തീർച്ചയായും. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു.